ഇതുപോലെ ഹോം ഡെക്കറായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തല്ലോ. അത് നമ്മൾ നിത്യേന ഉപയോഗിച്ച് കളയുന്ന ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾ ഒന്നെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളത് കളയുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ നമ്മുടെ വീട് മനോഹരമായിട്ട് വെക്കാൻ പറ്റുവാണെങ്കിലോ നല്ലതല്ലേ. അപ്പം ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഫ്ലവേഴ്സ് ആട്ടോ ഇത്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള പല കളറിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഷിമ്മിക്കൂടെന്ന് പറയും, പലയിടത്തും എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ പറയും. അപ്പോൾ ഇതിൻ്റെ ഈ കൈഭാഗം ഉണ്ടല്ലോ, ഈ കൈഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പെറ്റൽസിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് നീളമൊക്കെ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ളത്ര നീളമോ വീതിയൊക്കെ എടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. രണ്ടായിട്ട് ഒപ്പം മടക്കണേ. രണ്ടായിട്ടൊന്ന് ഒപ്പം മടക്കിയതിന് ശേഷം നമ്മൾ കൈ വെട്ടിക്കളഞ്ഞ ഷിമ്മിക്കൂടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അകത്ത് വെച്ചിരിക്കുന്ന ആ പോർഷൻ്റെ അതേ നീളത്തിൽ തന്നെ പുറത്തുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അകത്തിരിക്കുന്ന സാധനത്തിൻ്റെ നീളമൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഒരു 3-4 തവണ അങ്ങനെ ചെയ്യണേ. ഓരോ എത്ര വീതി വേണം അല്ലെങ്കിൽ എത്ര പെറ്റൽസിൻ്റെ വലിപ്പം വേണം എന്നുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എത്രത്തോളം നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം പൂവ് നല്ല വലുതായിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഏകദേശം ഒരു 3-4 റൗണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പൂവ് താഴോട്ട് പിടിച്ചിട്ട് എൻ്റെ മൂട് വശമുണ്ടല്ലോ ആ മൂട് വശം നന്നായിട്ടൊന്ന് നൂല് വെച്ച് ഇതുപോലെ ചുറ്റി കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടണം, അല്ലെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്ന നൂലും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതെല്ലാം ഒന്ന് വിരിച്ച് ഇങ്ങനെ കൊടുക്കണം. കണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലിരിക്കണ ബാക്കിയെല്ലാം കവറുകളും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കളറായിരിക്കുന്നത്, അതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തണ്ടായിട്ട് വെക്കുന്നതിന് ഞാനിവിടെ ഇറുക്കിൽ എടുക്കുന്നത് നൂൽക്കമ്പിയോ അല്ലെങ്കിൽ ചെറിയ കമ്പിൻ്റെ കഷ്ണമോ തണ്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ആ മൂട്ടിലേക്ക് നമ്മൾ ഇറുക്കിൽ വെച്ചിട്ട് ഒന്നും കൂടെ നൂലിട്ട് ചുറ്റി കൊടുക്കണം. ഫ്ലവറിൻ്റെ അതേ നൂലാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ നീലയുള്ളൂ, അത് വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ തണ്ടും കൂടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഫിന് വേണ്ടിയിട്ട് പച്ച കളറിലും കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒരറ്റത്തുനിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടും. പക്ഷേ ഇതിന് കുറച്ച് കട്ടി കുറവായ കവറായതുകൊണ്ട് അത് വെച്ചിട്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്ലവറും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ താങ്ക് യു.